ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ എ പീസ് ഓഫ് സ്ട്രിങ് ബൈ ഗൈദി മോപ്പസൻറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. ആദ്യം നമുക്ക് ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന ഭാഗം നോക്കാം. ദ സ്റ്റോറി വാർ റിവീൽസ് ഹൗ വാർ ഷാറ്റേഴ്സ് ദ ഹേർട്സ് ഓഫ് ദ എഫക്റ്റഡ് ഫാമിലീസ്. നമ്മൾ മുന്നേ പഠിച്ചിരുന്ന വാർ എന്ന സ്റ്റോറി അത് തുറന്നു കാണിക്കുന്നത് എങ്ങനെയാണ് യുദ്ധം ഷാറ്റേഴ്സ് അത് തകർക്കുന്നത്. ദ ഹേർട്സ് ഓഫ് ദ എഫക്റ്റഡ് ഫാമിലീസ്, യുദ്ധം ബാധിച്ച ഫാമിലിയുടെ ഹൃദയങ്ങളെ യുദ്ധം എങ്ങനെയാണ് തകർക്കുന്നത് എന്ന് കാണിക്കുന്നു. ആ ഒരു സ്റ്റോറി, വാർ എന്ന് പറയുന്ന സ്റ്റോറി അതാണ് തുറന്നു കാണിക്കുന്നത്. നൗ തിങ്ക് അബൌട്ട് ഹൗ ഇറ്റ് വുഡ് ഫീൽ ടു മിസ് അണ്ടർസ്റ്റുഡ് ഓർ റോങ്ലി ജഡ്ജ്ഡ്. ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ തെറ്റായ റോങ് ആയിട്ടുള്ള രീതിയിൽ വിലയിരുത്തപ്പെട്ടാൽ, ജഡ്ജ് ചെയ്യപ്പെട്ടാൽ നമ്മൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക? ഓക്കെ, ഹൗ വുഡ് യു റിയാക്ട് ഇഫ് യുവർ ഓണസ്റ്റി ഇസ് ക്വസ്റ്റ്യൻഡ്? നിങ്ങളുടെ ഓണസ്റ്റി, നിങ്ങളുടെ സത്യസന്ധത ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? ലെറ്റ്സ് റീഡ് എ പീസ് ഓഫ് സ്ട്രിങ് ബൈ ഗൈദി മോപ്പസൻറ്റ്, എ സ്റ്റോറി ദാറ്റ് ഡെപിക്ട്സ് ദ പെയിൻ ഓഫ് ബീങ് ഫാൾസ്ലി അക്യൂസ്ഡ്. നമുക്ക് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന ഭാഗം നോക്കാം. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? ഗൈദി മോപ്പസൻറ്റ് എന്ന് പറയുന്നവരാണ് എഴുതിയിരിക്കുന്നത്. എ സ്റ്റോറി, ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ദാറ്റ് ഡെപിക്ട്സ് ദ പെയിൻ ഓഫ് ബീങ് ഫാൾസ്ലി അക്യൂസ്ഡ്. ഈ ഒരു സ്റ്റോറി നമുക്ക് തുറന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് ചിത്രീകരിക്കുന്നത് ഫാൾസ്ലി അക്യൂസ്ഡ് ആയിട്ടുള്ള, അഥവാ തെറ്റായ രീതിയിൽ അക്യൂസ്ഡ്, ഒരു കുറ്റം ചുമത്തപ്പെട്ട അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ടുള്ള ആളുകളുടെ പെയിനെ അത് ചിത്രീകരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. എ പീസ് ഓഫ് സ്ട്രിങ് ബൈ ഗൈദി മോപ്പസൻറ്റ്. ഒരു ചരടിൻ്റെ കഷ്ണം അഥവാ ഒരു കയറിൻ്റെ കഷ്ണം എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. Along all the roads around Goderville, the peasants and their wives were coming to the town because it was market day. ഗോഡർവില്ലയിലേക്കുള്ള എല്ലാ വഴികളിലൂടെയും ദ പെസൻസ്, കർഷകരും, ആൻഡ് ദിയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരും, വെർ കമ്മിങ് ടു ദ ടൗൺ ബിക്കോസ് ഇറ്റ് വാസ് മാർക്കറ്റ് ഡേ. അവർ ടൗണിലേക്ക് വരികയായിരുന്നു കാരണം അതൊരു മാർക്കറ്റ് ഡേ, ചന്ത ദിവസമായിരുന്നു. സം ലെഡ് എ കൗ ഓർ എ കാഫ് ബൈ എ കൗട്ട്. അതിൽ ചില ആളുകൾ പശുവിനെയോ അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെയോ ഒക്കെ നയിച്ചുകൊണ്ട്, ലീഡ് ചെയ്തുകൊണ്ടായിരുന്നു വന്നിരുന്നത്. ബൈ എ കോട്ട്, ഒരു കയറുകൊണ്ട്. ആൻഡ് ദിയർ വൈഫ്സ്, അവരുടെ ഭാര്യമാർ, വാക്കിംഗ് ബിഹൈൻഡ് ദ ആനിമൽ, ആനിമൽസിന് പിറകിലായിട്ട് കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. വിപ്ഡ് ഇറ്റ് വിത്ത് എ ലീഫി ബ്രാഞ്ച് ടു ഹാസ്റ്റൻ ഇറ്റ്സ് പ്രോഗ്രസ്. അവരെന്ത് ചെയ്തിരുന്നു? വിപ്ഡ്, അവർ അടിച്ചിരുന്നു അല്ലെങ്കിൽ തൊഴിച്ചിരുന്നു. ഇറ്റ് വിത്ത് എ ലീഫി ബ്രാഞ്ച് ടു ഹാസ്റ്റൻ ഇറ്റ്സ് പ്രോഗ്രസ്. ആ മൃഗങ്ങളെ ലീഫി ബ്രാഞ്ച് വെച്ചിട്ട്, അഥവാ ഒരു ഇലയൊക്കെ ഉള്ള ഒരു ബ്രാഞ്ച് വെച്ചിട്ട്, നമ്മൾ കാണാറുണ്ട് അല്ലേ, ഈ പശുവിനെയും പോത്തിനെയും ഒക്കെ നമ്മളിങ്ങനെ തൊഴിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു വടി വെച്ചിട്ട് അതിനെങ്ങനെ തൊഴിക്കുന്നുണ്ടായിരുന്നു, അടിക്കുന്നുണ്ടായിരുന്നു. വിപ്റ്റ് എന്ന് പറഞ്ഞാൽ തൊഴിക്കുക, അടിക്കുക എന്നാണ് അർത്ഥം. ടു ഹാസ്റ്റൻ ഇറ്റ്സ് പ്രോഗ്രസ്, എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ പ്രോഗ്രസ് അഥവാ നടത്തം ഒന്ന് സ്പീഡാക്കുന്നതിന് വേണ്ടിയിട്ട്. ഹാസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇൻ ദ പബ്ലിക് സ്ക്വയർ ഓഫ് ഗോഡർവില്ലയുടെ പബ്ലിക് സ്ക്വയറിൽ ദർ വാസ് എ ക്രൗഡ്, അവിടെ ഒരു ജനക്കൂട്ടമുണ്ടായിരുന്നു. എ ത്രോങ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് അനിമൽസ്, ഒരുപാട് ആളുകളുടെയും അതേപോലെ തന്നെ മൃഗങ്ങളുടെയും ഒരു ത്രോങ്, ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഹോഷ്കോം ഹാഡ് ജസ്റ്റ് അറൈവ്ഡ് അറ്റ് ഗോഡർവില്ലെ ആൻഡ് ഹി വാസ് വാക്കിംഗ് ടുവേർഡ്സ് ദ പബ്ലിക് സ്ക്വയർ. നമ്മുടെ ഹോഷ്കോം എന്ന് പറയുന്ന കഥാപാത്രം ഗോഡർവില്ലയിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഹി വാസ് വാക്കിംഗ് ടുവേർഡ്സ് ദ പബ്ലിക് സ്ക്വയർ. അദ്ദേഹം നമ്മുടെ ഈ ഒരു ഗോഡർവില്ലെ സിറ്റിയിലെ പബ്ലിക് സ്ക്വയറിലേക്ക് നടക്കുകയായിരുന്നു. ദെൻ ഹി സോ എ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഗ്രൗണ്ടിൽ അഥവാ നിലത്ത് ഒരു ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്, ഒരു ചെറിയൊരു ചരടിൻ്റെ കഷ്ണം അദ്ദേഹം കണ്ടു. ഹി തോട്ട് ദാറ്റ് എവറിത്തിങ് യൂസ്ഫുൾ ഓട്ട് ടു ബി പിക്ഡ് അപ്പ്. അപ്പോൾ അദ്ദേഹം കരുതി അഥവാ അദ്ദേഹം ചിന്തിച്ചു, എവറിത്തിങ് യൂസ്ഫുൾ ഓട്ട് ബി പിക്ഡ് അപ്പ്, എല്ലാ ഉപകാരപ്പെടുന്ന സാധനങ്ങളും പിക്ഡ് അപ്പ്, നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം കരുതി. ഹി ടുക്ക് ദ ബിറ്റ് ഓഫ് തിൻ കോഡ് ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് ബിഗാൻ ടു റോൾ ഇറ്റ് കെയർഫുള്ളി. അദ്ദേഹം എടുത്തു ദ ബിറ്റ് ഓഫ് തിൻ കോഡ്, ഒരു നേർത്ത കയറെടുത്തു, ഫ്രം ദ ഗ്രൗണ്ട്, നിലത്ത് നിന്നും, ആൻഡ് ബിഗാൻ ടു റോൾ ഇറ്റ് കെയർഫുള്ളി, എന്നിട്ടത് വളരെ സൂക്ഷിച്ച് ചുരുട്ടാൻ തുടങ്ങി. ദെൻ ഹി നോട്ടിസ്ഡ് മെലാൻഡീൻ. അപ്പോൾ അദ്ദേഹം മെലാൻഡീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടു. ഓൺ ദ ത്രഷോൾഡ് ഓഫ് ഹിസ് ഡോർ, അദ്ദേഹത്തിൻ്റെ ഡോറിൻ്റെ ത്രഷോൾഡ്, മറപ്പടിയിൽ നിന്നും. ലുക്കിംഗ് അറ്റ് ഹിം, അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേ വർ ഓൺ ബാഡ് ടേംസ് വിത്ത് ഈച്ച് അതർ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാഡ് ടേംസിലായിരുന്നു, അഥവാ അത്ര രസത്തിലായിരുന്നില്ല. ഹോഷ്കോം വാസ് സീസ്ഡ് വിത്ത് ഷെയിം ടു ബി സീൻ ദസ് ബൈ ഹിസ് എനിമി. ഹോഷ്കോമിന് വാസ് സീസ്ഡ്, അദ്ദേഹത്തെ പിടികൂടി, വിത്ത് ഷെയിം, അദ്ദേഹത്തെ നാണക്കേട് പിടികൂടി, അഥവാ അദ്ദേഹത്തിന് നാണക്കേട്, ഷെയിം തോന്നി, ടു ബി സീൻ ദസ് ബൈ ഹിസ് എനിമി, അദ്ദേഹത്തിൻ്റെ എനിമി ആയിട്ടുള്ള നമ്മുടെ മെലാൻഡീൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഷെയിം തോന്നി. ഹി കൺസീൽഡ്, അദ്ദേഹം മറച്ചു വെച്ചു. ഹിസ് ഫൈൻഡ് ക്വിക്ക്ലി ഇൻ ഹിസ് ട്രൗസേഴ്സ് പോക്കറ്റ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടെത്തിയ ആ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ, ട്രൗസറിൻ്റെ പോക്കറ്റിൽ അദ്ദേഹം ഒളിപ്പിച്ചു, കൺസീൽ ചെയ്തു.
ഹി പ്രിറ്റൻറ്റഡ് ടു ബി ലുക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഫോർ സംതിങ് എൽസ്. എന്നിട്ട് അദ്ദേഹം പ്രിറ്റൻഡ് ചെയ്തു, അഭിനയിച്ചു. ടു ബി ലുക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഫോർ സംതിങ് എൽസ്, നിലത്ത് എന്തോ തരുന്നതായിട്ട് അദ്ദേഹം അഭിനയിച്ചു. ദെൻ ഹി വെൻറ്റ് ടുവേർഡ്സ് ദ മാർക്കറ്റ്. എന്നിട്ട് അദ്ദേഹം മാർക്കറ്റിനടുത്തേക്ക് പോയി. ഹി വാസ് സൂൺ ലോസ്റ്റ് ഇൻ ദ നോയ്സി ക്രൗഡ്. അദ്ദേഹം ഉടനെ തന്നെ ആ ഒരു നോയ്സി ക്രൗഡിൻ്റെ അകത്ത് അകപ്പെട്ടു. സൂൺ ഉടനെ തന്നെ. ദ സ്ക്വയർ വാസ് ഡിസേർട്ടഡ്. ആ ഒരു സെൻറ്റർ ഓഫ് ദ സിറ്റി വിജനമായി. അറ്റ് ദ ടാവേൺ, ആ ഒരു ഭക്ഷണശാലയിൽ, ദ ഗ്രേറ്റ് ഹാൾ വാസ് ഫുൾ ഓഫ് പീപ്പിൾ ഈറ്റിംഗ്. എല്ലാ ആളുകളും അല്ലെങ്കിൽ വളരെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻ അപ്പിറ്റൈസിങ് ഓർഡർ ഓഫ് റോസ്റ്റ് മീറ്റ് റോസ്, അഥവാ ഒരു അപ്പറ്റൈസിങ് ഓർഡർ, വളരെ കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്മെല്ല്, ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണം, ഓഫ് റോസ്റ്റ് മീറ്റ്, ചുട്ട ഇറച്ചിയുടെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്മെല്ല്, റോസ്, അത് ഉയർന്നു വന്നു. ഫ്രം ദ ഹേർത്ത് വിച്ച് മെയ്ഡ് എവറിബഡീസ് മൗത്ത് വാട്ടർ. അത് അടുപ്പിൽ നിന്നാണ് ആ ഒരു സ്മെല്ല് വന്നുകൊണ്ടിരുന്നത്. അത് എല്ലാ ആളുകളുടെയും വായിൽ വെള്ളം നിറപ്പിച്ചു. ദ ഡിഷസ് വെർ പാസ്ഡ് ആൻഡ് എംപ്റ്റൈഡ്. ഡിഷസൊക്കെ പാസ്ഡ്, അത് കൈമാറുകയും അത് കാലിയാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് കാലിയാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആസ് വേർ ദ ജഗ്സ് ഓഫ് സൈഡർ. അതേപോലെ തന്നെയായിരുന്നു ജഗ്സ് ഓഫ് സൈഡർ. സൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം മദ്യമാണ്. അതിൻ്റെ ജഗ്സും വേഗം കാലിയാകുന്നുണ്ടായിരുന്നു. ദ പെസൻസ് ഡിസ്കസ്ഡ് ദ ക്രോപ്സ് ആൻഡ് ദിയർ പർച്ചേസ് ആൻഡ് സെയിൽസ്. നമ്മുടെ കർഷകർ അവർ ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ വിളകളെക്കുറിച്ചായിരുന്നു. ആൻഡ് ദിയർ പർച്ചേസസ്, അവരെന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കൂട്ടിയത് അതൊക്കെയായിരുന്നു അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് സെയിൽസ്, അവരെന്തൊക്കെ വിറ്റു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തത്. ദ വെദർ വാസ് ഫേവറബിൾ ഫോർ ദ ഗ്രീൻ തിങ്സ് ബട്ട് നോട്ട് ഫോർ ദ വീറ്റ്. നമ്മുടെ വെദർ, കാലാവസ്ഥ, വാസ് ഫേവറബിൾ, അത് അനുകൂലമായിരുന്നു. ഫോർ ദ ഗ്രീൻ തിങ്സ്, നമ്മുടെ പച്ച വിളകൾക്കൊക്കെ അത് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. ബട്ട് നോട്ട് ഫോർ ദ വീറ്റ്, പക്ഷേ ഗോതമ്പിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയായിരുന്നില്ല. സഡൻലി ദ ഡ്രം ബീറ്റ് ഇൻ ദ കോർട്ട് യാർഡ് ഔട്ട്സൈഡ് ദ ടാവേൺ. സഡൻലി, പെട്ടെന്ന് തന്നെ, ദ ഡ്രം ബീറ്റ്, നമ്മുടെ പെരുമ്പറ അല്ലെങ്കിൽ പെരുമ്പറ മുട്ടുന്ന ശബ്ദം, ഇൻ ദ കോർട്ട് യാർഡ്, മുറ്റത്ത്, ഔട്ട്സൈഡ് ദ ടാവേൺ, നമ്മുടെ ടാവേൺ, ഈ ഒരു ഭക്ഷണശാലയുടെ പുറത്തുള്ള മുറ്റത്ത് പെട്ടെന്ന് തന്നെ ഈ ഡ്രം ബീറ്റ് ശബ്ദമുയർത്തി. എവ്രിബഡി റോസ്, എല്ലാവരും എഴുന്നേറ്റു. എക്സെപ്റ്റ് എ ഫ്യൂ, കുറച്ചാളുകൾ ഒഴിച്ച്. ആൻഡ് റാൻ ടു ദ ഡോർ ഓർ ടു ദ വിൻഡോസ്, എന്നിട്ട് ഈ ഡോറിൻ്റെ അടുത്തേക്കും ഈ വിൻഡോസിൻ്റെ ഒക്കെ അടുത്തോട്ട് ഓടിപ്പോയി. ദ മൗത്ത് സ്റ്റിൽ ഫുൾ, അപ്പോഴും അവരുടെ വായ ഫുള്ളായിരുന്നു. ആഫ്റ്റർ ദ പബ്ലിക് ക്രയർ ഹാഡ് സീസ്ഡ് ഹിസ് ഡ്രം ബീറ്റിംഗ്. ആഫ്റ്റർ, അതിനുശേഷം, ദ പബ്ലിക് ക്രയർ, അഥവാ ഇങ്ങനെ ഈ രാജാവിൻ്റെ ഒക്കെ വിളംബരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും. ആ ആൾ ഹാഡ് സീസ്ഡ്, അയാൾ നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. ഹിസ് ഡ്രം ബീറ്റിംഗ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെരുമ്പറ മുട്ടുന്നത് അദ്ദേഹം നിർത്തി. ഹി കോൾഡ് ഔട്ട് ഇൻ എ ജേർക്കി വോയിസ്, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഇൻ എ ജേർക്കി വോയിസ്, ഒരു ഇടറിയ ശബ്ദത്തിൽ. ആ അറിയിപ്പ് ഇങ്ങനെയായിരുന്നു. ദിസ് ഈസ് ഹിയർ ബൈ മെയ്ഡ് നോൺ ടു ദ ഇൻഹാബിറ്റൻസ് ഓഫ് ഗോഡർവില്ലെ ആൻഡ് ടു ഓൾ പേഴ്സൺസ് പ്രസൻറ്റ് അറ്റ് ദി മാർക്കറ്റ്. ഈ ഒരു അറിയിപ്പ് ഈ ഗോഡർവില്ലയിലെ എല്ലാ ആളുകളോട് കൂടിയിട്ടുമാണ്. ആൻഡ് ടു ഓൾ പേഴ്സൺസ് പ്രസൻറ്റ് അറ്റ് ദ മാർക്കറ്റ്, ഈ ഒരു മാർക്കറ്റിലുള്ള ആളുകളോട് കൂടിയിട്ടുമാണ്. ദ വാസ് ലോസ്റ്റ് ദിസ് മോർണിംഗ് ഓൺ ദ റോഡ്. ഇന്ന് രാവിലെ റോഡിൽ വെച്ചിട്ട് ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിറ്റ്വീൻ 9 and 10 o'clock, 9-നും 10-നും ഇടയ്ക്ക്. എ ബ്ലാക്ക് ലെതർ പോക്കറ്റ് ബുക്ക് കണ്ടെയ്നിങ് 500 francs ആൻഡ് സം ബിസിനസ് പേപ്പേഴ്സ്. അതെന്ന് പറയുന്നത് ഒരു കറുത്ത ലെതർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോക്കറ്റ് ബുക്ക് അഥവാ ഒരു ബാലറ്റാണ്. കണ്ടെയ്നിങ്, അതിലുണ്ടായിരുന്നു 500 francs ആൻഡ് സം ബിസിനസ് പേപ്പേഴ്സ്, 500 francs, അഥവാ അത് അവിടുത്തെ ഒരു കറൻസിയാണ്. അതും അതേപോലെ ചില ബിസിനസ് പേപ്പേഴ്സും ഉണ്ട്. The finder is requested to return the same with all haste to the mayor's office. The finder, അഥവാ ഇത് അന്വേഷിക്കുന്ന ആൾ, ഈസ് റിക്വസ്റ്റഡ്, അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ടു റിട്ടേൺ, ഈ ഒരു വാലറ്റ് തിരികെ നൽകാൻ വേണ്ടി. ദ സെയിം വിത്ത് ഓൾ ഹാസ് ടു ദ മേയേഴ്സ് ഓഫീസ്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ അഥവാ ഈ ബിസിനസ് പേപ്പേഴ്സും ഈ ഫ്രാങ്ക്സും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള അതേ സെയിം വാലറ്റ് മേയറുടെ ഓഫീസിലേക്ക് എത്തിക്കാൻ, വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദ വിൽ ബി 20 francs റിവാർഡ്. അങ്ങനെ എത്തിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടായിരിക്കും? 20 francs പ്രതിഫലമായിട്ട് കിട്ടുന്നതായിരിക്കും. Then the man went away and the peasants began to talk of this event. ഇത് പറഞ്ഞതിന് ശേഷം ആ ഒരു വിളംബരം ചെയ്ത ആ ഒരു വ്യക്തി അദ്ദേഹം പോയി. എന്നിട്ട് ദ പെസൻസ് ബിഗാൻ ടു ടോക്ക് ഓഫ് ദിസ് എവൻറ്റ്, അവിടെ ഉണ്ടായിരുന്ന കർഷകരൊക്കെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ദേ ഡിസ്കസ്ഡ് ദ ചാൻസസ് ഓഫ് ഫൈൻഡിങ് ഓർ നോട്ട് ഫൈൻഡിങ് ദ പോക്കറ്റ് ബുക്ക്. അവർ ഈ ഒരു പോക്കറ്റ് ബുക്ക് ഫൈൻഡ് ചെയ്യുന്നതിനുള്ള അഥവാ കണ്ടെത്തുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും കണ്ടെത്താതിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്തു. ദേ വർ ഫിനിഷിങ് ദെയർ കോഫി.
അവരവരുടെ കോഫി ഫിനിഷ് ചെയ്യുകയായിരുന്നു. വെൻ എ ചീഫ് ഓഫ് ദ ഗെൻറാംസ് അപ്പിയേർഡ്. ഒരു ആയുധധാരിയായിട്ടുള്ള, ഗെൻറാംസ് എന്ന് പറഞ്ഞാൽ ഒരു ആയുധധാരിയായിട്ടുള്ള ഒരു ഓഫീസർ അകത്തോട്ട് കയറിയപ്പോൾ അവരവരുടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി എൻക്വയർഡ്. അപ്പോൾ ആ ഒരു ഓഫീസർ അന്വേഷിച്ചു, ഏസ് മിസ്റ്റർ ഹോഷ്കോം ഹിയർ? ഇവിടെ മിസ്റ്റർ ഹോഷ്കോം ഉണ്ടോ? അപ്പോൾ ഹോഷ്കോം സീറ്റഡ് അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ ടേബിൾ. അപ്പോൾ ഒരു ടേബിളിൻ്റെ അവസാനത്തിൽ ഇരിക്കുകയായിരുന്നു നമ്മുടെ ഹോഷ്കോം. റിപ്ലൈഡ്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഹിയർ ഐ ആം, ഞാൻ ഇവിടെയുണ്ട്. ആൻഡ് ദ ഓഫീസർ റിസ്യൂംഡ്. അപ്പോൾ ആ ഓഫീസർ വീണ്ടും തുടർന്നു, മിസ്റ്റർ ഹോഷ്കോം വിൽ യു പ്ലീസ് അക്കമ്പനി മീ ടു ദ മേയേഴ്സ് ഓഫീസ്? മിസ്റ്റർ ഹോഷ്കോം, നിങ്ങൾക്ക് എൻ്റെ കൂടെ മേയറിൻ്റെ ഓഫീസിലേക്ക് വരാൻ പറ്റുമോ? ദ മേയർ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു. മേയറിന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട്. ദ പെസൻറ്റ് സർപ്രൈസ്ഡ്. അപ്പോൾ നമ്മുടെ ഹോഷ്കോം, അഥവാ നമ്മുടെ കർഷകനായിട്ടുള്ള ഹോഷ്കോം ഒന്ന് സർപ്രൈസ്ഡ്, ഞെട്ടി, ആൻഡ് ഡിസ്റ്റർബ്ഡ്. അദ്ദേഹം ഒന്ന് ഡിസ്റ്റർബ്ഡായി, അഥവാ എന്തിനായിരിക്കും എന്നെ വിളിക്കുന്നത് എന്നുള്ള ഒരു ടെൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായി. സെറ്റ് ഔട്ട് റിപ്പീറ്റിംഗ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ തുടർന്നു, ഹിയർ ഐ ആം, ഹിയർ ഐ ആം, ഞാനിവിടെയുണ്ട്, ഞാനിവിടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സെറ്റ് ഔട്ട്, അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് പുറപ്പെടാൻ തുടങ്ങി. ദ മേയർ വാസ് അവൈറ്റിംഗ് ഹിം. നമ്മുടെ മേയർ അദ്ദേഹത്തെ, ഹോഷ്കോമിനെ കാത്തിരിക്കുകയായിരുന്നു. സീറ്റഡ് ഓൺ എൻ ആം ചെയർ. അദ്ദേഹം ഒരു ആം ചെയറിൽ, അഥവാ അങ്ങനെ കൈയൊക്കെ വെച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെയറിൽ ഇരിക്കുകയായിരുന്നു. ഹി വാസ്, അദ്ദേഹം എങ്ങനെയായിരുന്നു? എ സ്റ്റൗട്ട്, കുറച്ച് തടിച്ച ഒരു പ്രകൃതമായിരുന്നു നമ്മുടെ മേയറിന്. സീരിയസ് മാൻ, നല്ല ഗൗരവമായിട്ടുള്ള ഒരാളായിരുന്നു. ഹു സ്പോക്ക് ഇൻ പോംപസ് ഫ്രേസസ്. അദ്ദേഹം സംസാരിക്കുന്നത് കുറച്ച് പോംപസ് ആയിട്ടുള്ള, അഥവാ ഇങ്ങനെ ആഡംബര ആലങ്കാരികമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കുറച്ച് ഫോർമൽ ആയിട്ടുള്ള ഒരു ഭാഷയിൽ ഒരു ഓഫീസറിൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ സംസാരിച്ചത്. മിസ്റ്റർ ഹോഷ്കോം സെഡ് ഹി, യു വർ സീൻ ദിസ് മോർണിംഗ് ടു പിക്ക് അപ്പ് ഓൺ ദ റോഡ് ദ ലോസ്റ്റ് പോക്കറ്റ് ബുക്ക്. അപ്പോൾ നമ്മുടെ ഹോഷ്കോമിൻ്റെ അടുത്ത് മേയർ സംസാരിക്കുകയാണ്, മിസ്റ്റർ ഹോഷ്കോം, യു വർ സീൻ ദിസ് മോർണിംഗ് ടു പിക്ക് അപ്പ് ഓൺ ദ റോഡ് ദ ലോസ്റ്റ് പോക്കറ്റ് ബുക്ക്. ഇന്ന് രാവിലെ നിങ്ങൾ റോഡിൽ നിന്നും ഈ നഷ്ടപ്പെട്ടിട്ടുള്ള പോക്കറ്റ് ബുക്ക് എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ദ കൺട്രിമാൻ വാസ് അസ്റ്റൗണ്ടഡ്. നമ്മുടെ ഈ ഒരു കൺട്രിമാൻ, അഥവാ നമ്മുടെ ഹോഷ്കോം, അദ്ദേഹം അസ്റ്റൗണ്ടഡ്, അദ്ദേഹം ഞെട്ടിപ്പോയി. ഹി ലുക്ഡ് അറ്റ് ദി മേയർ. എന്നിട്ട് അദ്ദേഹം മേയറിനെ നോക്കി. മേയർ ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം ഞെട്ടിയിട്ട് മേയറിനെ നോക്കുകയാണ്. ഹി വാസ് ടെറിഫൈഡ് ബൈ ദി സസ്പിഷൻ റെസ്റ്റിംഗ് ഓൺ ഹിം. അദ്ദേഹം പേടിച്ചു പോയി. എന്തുകൊണ്ടാണ്? ഈ ഒരു സസ്പിഷൻ, ഈ ഒരു സംശയം കാരണം, റെസ്റ്റിംഗ് ഓൺ ഹിം, അദ്ദേഹത്തിൻ്റെ മേലിൽ ആരോപിക്കപ്പെടുന്ന ഈ ഒരു സംശയം കാരണം അദ്ദേഹം ഞെട്ടി ടെറിഫൈഡ് ആയിട്ടിരിക്കുകയാണ്. മീ ഞാനോ മീ പിക്കപ്പ് ദ പോക്കറ്റ് ബുക്ക്? ഞാനാണോ ഈ പോക്കറ്റ് ബുക്ക് എടുത്തതെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്. യെസ്, യുവർ സെൽഫ്. അതെ, നീ തന്നെയാണ് എന്ന് മേയർ പറയുന്നു. എന്നിട്ട് നമ്മുടെ ഹോഷ്കോം പറയാണ്, വേർഡ് ഓഫ് ഓണർ, സത്യം പറയാലോ, സത്യം പറഞ്ഞാൽ ഐ നെവർ ഹേർഡ് ഓഫ് ഇറ്റ്, ഞാനിതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല. ബട്ട് യു വാസ് സീൻ, പക്ഷെ നിങ്ങളെങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് മേയർ പറയുകയാണ്. ഐ വാസ് സീൻ, എന്നെയാണോ കണ്ടത്? മീ? ഹു സീസ് ഹി സോ മീ? ആരാണ് എന്നെ കണ്ടതെന്ന് പറഞ്ഞത്? മിസ്റ്റർ മെലാൻറ്റീൻ, ദ ഹാർനസ് മേക്കർ. അപ്പോൾ നമ്മുടെ മേയർ പറയാണ്, മെലാൻറ്റീൻ ആണ് നിങ്ങളെ കണ്ടെന്ന് പറഞ്ഞത്. ദ ഹാർനസ് മേക്കർ, ഈ കുതിരകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കുപ്പായൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ഹാർനസ് എന്ന് പറയുന്നത്. അപ്പം ഹാർനസ് മേക്കറായിട്ടുള്ള മെലാൻറ്റീൻ ആണ് നിങ്ങളെ കണ്ടു എന്ന് പറഞ്ഞത്. ദ ഓൾഡ് മാൻ റിമെമ്പേർഡ്. അപ്പോൾ ആ ഒരു വയസ്സായ ആൾ, അഥവാ നമ്മുടെ ഹോഷ്കോം ഓർത്തു. അണ്ടർസ്റ്റുഡ് ആൻഡ് ഫ്ലഷ്ഡ് വിത്ത് ആങ്കർ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ ദേഷ്യം കൊണ്ട് ചുവന്നു. he saw me pick up this string here, your honor. അപ്പോൾ നമ്മുടെ ഹോഷിക്കോം പറയുകയാണ്, അതെ, അയാൾ എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ ഒരു സ്ട്രിങ് എടുക്കുന്നതാണ് എന്നെ കണ്ടത്, യുവർ ഓണർ എന്ന് നമ്മുടെ ഹോഷിക്കോം പറയുകയാണ്. ആൻഡ് റമേജിങ് ഇൻ ഹിസ് പോക്കറ്റ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് റമേജ്, ധൃതിയിൽ കൈയിട്ടുകൊണ്ട്, ഹി ഡ്രൂ ഔട്ട് ദ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്. അദ്ദേഹം ഒരു സ്ട്രിങ്ങിൻ്റെ, ഒരു കയറിൻ്റെ കഷ്ണം പുറത്തേക്ക് എടുത്തു. ബട്ട് ദ മേയർ ഇൻക്യൂഡുലസ് ഷുക്ക് ഹിസ് ഹെഡ്. പക്ഷെ നമ്മുടെ മേയർ വിശ്വസിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ തല കുലുക്കി. യു വിൽ നോട്ട് മേക്ക് മീ ബിലീവ് മിസ്റ്റർ ഹോഷിക്കോം. നമ്മുടെ മേയർ പറയുകയാണെന്ന്, നിങ്ങൾക്കൊരിക്കലും എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല മിസ്റ്റർ ഹോഷിക്കോം, ദാറ്റ് മിസ്റ്റർ മെലൻറ്റൈൻ ഹു ഈസ് എ മാൻ വർത്തി ഓഫ് ക്രെഡൻസ് മിസ്റ്റേക്ക് ദിസ് കോഡ് ഫോർ എ പോക്കറ്റ് ബുക്ക്. നമ്മുടെ ഈ ഒരു മെലൻറ്റൈൻ നിങ്ങൾ എടുക്കുന്നതായി കണ്ടു എന്ന് പറഞ്ഞ മെലൻറ്റൈൻ എന്താണ്? അദ്ദേഹം ഒരു വർത്തി ഓഫ് ക്രെഡൻസ്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഓക്കെ, നമുക്ക് അയാളെ വിശ്വസിക്കാൻ പറ്റും. അദ്ദേഹം ഒരു മാന്യനായ വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കലും മിസ്റ്റേക്ക്, നിങ്ങളെ തെറ്റിദ്ധരിക്കില്ല. ദിസ് കോഡ് ഫോർ എ പോക്കറ്റ് ബുക്ക്, നിങ്ങൾ പോക്കറ്റ് ബുക്കിന് പകരം ഈ ഒരു കോഡാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ ഒരു കയറാണ് എടുത്തിരിക്കുന്നതെന്നും ഒരിക്കലും അയാൾക്ക് തെറ്റിദ്ധരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആഫ്റ്റർ പിക്കിംഗ് അപ്പ് ദ ഒബ്ജക്റ്റ്, നിങ്ങൾ ഈ ഒരു പോക്കറ്റ് ബുക്ക് എടുത്തതിന് ശേഷം യു സ്റ്റുഡ് ദെയർ, നിങ്ങൾ അവിടെ തന്നെ നിന്നു. ലുക്കിംഗ് എ ലോങ് വൈൽ ഇൻ ദ മഡ് ടു സീ ഇഫ് എനി പീസ് ഓഫ് മണി ഹാഡ് ഫോളൻ ഔട്ട്. എന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം ആ ഒരു മഡിലേക്ക്, ചെളിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സീ ഇഫ് എനി പീസ് ഓഫ് മണി ഹാഡ് ഫോളൻ ഔട്ട്, ഏതെങ്കിലും മണി ആ ഒരു പോക്കറ്റിൽ നിന്ന് കുറച്ച് മണിയൊക്കെ താഴോട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി നിങ്ങൾ അവിടെ തന്നെ കുറച്ച് നേരം നിന്നു എന്ന് മേയർ പറയുക. ദ ഗുഡ് ഓൾഡ് മാൻ ചോക്ഡ് വിത്ത് ഇൻഡിഗ്നേഷൻ ആൻഡ് ഫിയർ. അപ്പം നമ്മുടെ ഹോഷിക്കോമ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. വിത്ത് ഇൻഡിഗ്നേഷൻ, ദേഷ്യത്തോടു കൂടിയും, ആൻഡ് ഫിയർ, ഭയത്തോടു കൂടിയിട്ടും. ഇൻഡിഗ്നേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു എനിമി ആയിട്ടുള്ള മെലാൻഡൈൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു ദേഷ്യവും അതേപോലെ തന്നെ ഇനി എന്താവും എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലുള്ള പേടിയും ഉണ്ട് നമ്മുടെ ഹോഷിക്കോമന്. ഹൗ ക്യാൻ anyone ടെൽ സച്ച് ലൈസ് ടു ടേക്ക് അവേ an honest man's reputation? ഒരു മാന്യനായ ഒരാളുടെ റെപ്യൂട്ടേഷൻ, അയാളുടെ പ്രശസ്തി അല്ലെങ്കിൽ അയാളുടെ സമൂഹത്തിലുള്ള നല്ല ഒരു എന്താ പറയുക ഇമേജ്, ആ ഒരു ഇമേജിനെ എടുത്തു കളയാൻ പാകത്തിലുള്ള ഇത്തരത്തിലുള്ള ലൈസ്, കള്ളം പറയാൻ ആർക്കാണ് പറ്റുക എന്ന് പറയാണ്. ദർ വാസ് നോ യൂസ് ഇൻ ഹിസ് പ്രൊട്ടസ്റ്റിംഗ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറുത്തുനിൽപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിരോധത്തിൽ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. നോബഡി ബിലീവ്ഡ് ഹിം. ആരും നമ്മുടെ ഹോഷിക്കോമനെ വിശ്വസിച്ചില്ല. ഹി വാസ് കോൺഫ്രണ്ടഡ് വിത്ത് മെലാൻഡൈൻ. അദ്ദേഹത്തിനെ മെലാൻഡൈൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഹു റിപ്പീറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻ ഹെസ് അഫർമേഷൻ. ഈ മെലാൻഡൈൻ അപ്പം എന്ത് ചെയ്തിരുന്നു? ഇയാൾ തന്നെയാണ്, ഹോഷിക്കോമ തന്നെയാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രോങ് അഫർമേഷൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അദ്ദേഹം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് ഹിസ് ഓൺ റിക്വസ്റ്റ് ഹോഷിക്കോം വാസ് സെർച്ച്ഡ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഹോഷിക്കോമിനെ മൊത്തം സെർച്ച് ചെയ്യുകയാണ്. നത്തിങ് വാസ് ഫൗണ്ട് ഓൺ ഹിം. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും ഒന്നും തന്നെ കണ്ടെത്താൻ ഇവർക്ക് പറ്റിയില്ല. ഫൈനലി, അവസാനം ദ മേയർ വെരി മച്ച് പെർപ്ലെക്സ്ഡ്. നമ്മുടെ മേയർ വളരെ കൺഫ്യൂസ്ഡ് ആയി. പെർപ്ലെക്സ് മീൻസ് കൺഫ്യൂസ്ഡ് ആയി. ഡിസ്ചാർജ്ഡ് ഹിം, എന്നിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. ആസ് ഹി ലെഫ്റ്റ് ദ മേയേഴ്സ് ഓഫീസ്, അദ്ദേഹം മേയറിൻ്റെ ഓഫീസിൽ നിന്ന് പോയപ്പോൾ ദ ഓൾഡ് മാൻ വാസ് സറൗണ്ടഡ്. നമ്മുടെ ഹോഷിക്കോമിനെ ചുറ്റപ്പെട്ടു. ആൻഡ് ക്വസ്റ്റ്യൻഡ് ബൈ ദ വില്ലേജസ്. എന്നിട്ട് ഈ വില്ലേജസ് അവരെ നമ്മുടെ ഹോഷിക്കോമിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. ഹി ബിഗാൻ ടു ടെൽ ദ സ്റ്റോറി ഓഫ് ദ സ്ട്രിങ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഹോഷിക്കോമി ഒരു സ്ട്രിങ്ങിൻ്റെ അഥവാ ഈ ഒരു ചരടിൻ്റെ കഥ പറയാൻ വേണ്ടി ആരംഭിച്ചു. നോ വൺ ബിലീവ്ഡ് ഹിം. പക്ഷേ ആരും തന്നെ നമ്മുടെ ഹോഷിക്കോമിനെ വിശ്വസിച്ചില്ല. ദേ ലോഫ്ഡ് അറ്റ് ഹിം. എന്നിട്ട് ഈ വില്ലേജേഴ്സൊക്കെ നമ്മുടെ ഹോഷിക്കോമിനെ നോക്കി ചിരിക്കുകയാണ് ചെയ്തത്. ഹി വെൻറ്റ് അലോങ്. അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. സ്റ്റോപ്പിംഗ് ഹിസ് ഫ്രണ്ട്സ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ തടയാൻ വേണ്ടിയിട്ട്. ഷോയിങ് ഹിസ് പോക്കറ്റ് ടേൺഡ് ഇൻസൈഡ് ഔട്ട് ടു പ്രൂവ് ദാറ്റ് ഹി ഹാഡ് നത്തിങ്. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. ടേൺഡ് ഇൻസൈഡ്, അകത്തുള്ള ഒരു പോക്കറ്റ് പുറത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. എന്തിനാണ്? ടു പ്രൂവ് ദാറ്റ് ഹി ഹാഡ് നത്തിങ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ദേ സെഡ്. പക്ഷെ അവർ പറഞ്ഞു, ഓൾഡ് റാസ്കൽ ഗെറ്റ് ഔട്ട്. ഓ വയസ്സായ തെമ്മാടി എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങൾ പുറത്തു പോകൂ, ഗെറ്റ് ഔട്ട് എന്ന് ഈ നാട്ടുകാർ പറയുക. The next day, about 1 o'clock in the afternoon, an employee in a shop returned the pocketbook. അങ്ങനെ പിറ്റേ ദിവസം ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയ സമയത്ത് an employee in a shop, ഒരു കടയിലെ ഒരു ഉദ്യോഗസ്ഥൻ, റിട്ടേൺഡ് തിരിച്ചേൽപ്പിച്ചു ദ പോക്കറ്റ് ബുക്ക്, ഈ ഒരു വാലറ്റ് തിരിച്ചേൽപ്പിച്ചു. ദ മാൻ ക്ലെയിംഡ് ടു ഹാവ് ഫൗണ്ട് ദി ഒബ്ജക്റ്റ് ഇൻ ദ റോഡ്. അപ്പോൾ ആ തിരിച്ചേൽപ്പിച്ച എംപ്ലോയി അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അവകാശപ്പെട്ടു ടു ഹാവ് ഫൗണ്ട് ദി ഒബ്ജക്റ്റ് ഇൻ ദി റോഡ്. ഈ ഒരു ഒബ്ജക്റ്റ് അഥവാ നമ്മുടെ ഈ ഒരു പോക്കറ്റ് ബുക്ക് കിട്ടിയത് റോഡിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. നോട്ട് നോയിങ് ഹൗ ടു റീഡ് ഹി ഹാഡ് ഗിവൻ ഇറ്റ് ടു ഹിസ് എംപ്ലോയർ. ഇത് വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനെ അദ്ദേഹം ഏൽപ്പിക്കുകയായിരുന്നു. ദ ന്യൂസ് സ്പ്രെഡ് ത്രൂ ദ നെയ്ബർഹുഡ്. ഈ ഒരു വാർത്ത നെയ്ബർഹുഡ്, ഈ നാട്ടുകാർ വഴി ഇങ്ങനെ വ്യാപിക്കുകയാണ്. അഥവാ നമ്മുടെ ഈ ഒരു പോക്കറ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത പരക്കുകയാണ്. ഹോഷിക്കോം വാസ് ഇൻഫോംഡ് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ ഒരു വിവരം നമ്മുടെ ഹോഷിക്കോമും അറിയുകയാണ്. ഹി ഇമ്മീഡിയറ്റ്ലി ബിഗാൻ ടു റീകൗണ്ട് ഹിസ് സ്റ്റോറി വിത്ത് ഇറ്റ്സ് ഹാപ്പി ക്ലൈമാക്സ്. ഹി ഇമ്മീഡിയറ്റ്ലി, അദ്ദേഹം ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു, ആരംഭിച്ചു. ടു റീകൗണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട്. വിത്ത് ഇറ്റ് ഹാപ്പി ക്ലൈമാക്സ്, വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു ക്ലൈമാക്സ്, ഈ ഒരു കഥ ക്ലൈമാക്സ്, നല്ലൊരു ഹാപ്പി എൻഡിങ് ഉള്ള ഈ ഒരു കഥ ആളുകളുടെ അടുത്ത് പറയാൻ അദ്ദേഹം ആരംഭിക്കുകയാണ്. ഹി വാസ് ഇൻ ട്രയംഫ്. അദ്ദേഹം വളരെ വിജയത്തിലായിരുന്നു. ട്രയംഫ്, വിജയം. ഹി ടോക്ഡ് ഓഫ് ഹിസ് അഡ്വെഞ്ചർ ഓൾ ഡേ ലോങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വഞ്ചറിനെ കുറിച്ചിട്ട് അദ്ദേഹം ആ ദിവസം
മൊത്തം സംസാരിച്ചു. ഹി ടോൾഡ് ഇറ്റ് ഓൺ ദ ഹൈവേ ടു പീപ്പിൾ ഹു വർ പാസിംഗ് ബൈ. അപ്പോൾ നമ്മുടെ ഹൈവേയിലൂടെ പാസ് ചെയ്യുന്ന ആളുകളുടെ അടുത്തൊക്കെ ഈ ഒരു സ്റ്റോറി അദ്ദേഹം പറയുകയാണ്. ഇൻ ദ വൈൻ ഷോപ്പ് ടു പീപ്പിൾ ഹു വർ ഡ്രിങ്കിങ്. അതേപോലെ തന്നെ വൈൻ ഷോപ്പിൽ ഡ്രിങ്ക് ചെയ്യുന്ന മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തും അദ്ദേഹം ഈ ഒരു സ്റ്റോറി പറയുകയാണ്. ആൻഡ് ടു പേഴ്സൺസ് കമ്മിങ് ഔട്ട് ഓഫ് ചർച്ച് ദ ഫോളോയിങ് സൺഡേ. അപ്പോൾ പിറ്റേ സൺഡേ ദിവസം ചർച്ചിൽ നിന്നും പുറത്തോട്ട് വരുന്ന ആളുകളുടെ അടുത്തും ഈ ഒരു സ്റ്റോറി അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. ഹി സ്റ്റോപ്ഡ് സ്ട്രേഞ്ചേഴ്സ് ടു ടെൽ ദെം അബൌട്ട് ഇറ്റ്. എന്നിട്ട് അപരിചിതരായിട്ടുള്ള ആളുകളെ പോലും അദ്ദേഹം തടഞ്ഞു നിർത്തിയിട്ട് ഈ ഒരു കഥ അവരുടെ അടുത്ത് വിവരിച്ചു കൊടുക്കുകയാണ്. ഹി വാസ് കാം നൗ. അദ്ദേഹം വളരെ ശാന്തനായിരുന്നു. ആൻഡ് യെറ്റ് സംതിങ് ഡിസ്റ്റർബ്ഡ് ഹിം. എന്നിട്ടും എന്തൊക്കെയോ അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്തു, അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു. പീപ്പിൾ ഹാഡ് ദ എയർ ഓഫ് ജോക്കിംഗ് വൈൽ ദേ ലിസൺഡ്. ഈ ആളുകളൊക്കെ നമ്മുടെ ഹോഷിക്കോമിനെ ശ്രദ്ധിച്ചപ്പോഴൊക്കെ അവരിങ്ങനെ ഹോഷിക്കോമിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ദേ ഡിഡ് നോട്ട് സീം കൺവിൻസ്ഡ്. അവരൊരിക്കലും കൺവിൻസ്ഡ് ആയില്ല, അഥവാ നമ്മുടെ ഹോഷിക്കോമിനെ വിശ്വസിച്ചില്ല. ഹി സീംഡ്, നമ്മുടെ ഹോഷിക്കോമിനെ കാണപ്പെട്ടു, ടു ഫീൽ ദാറ്റ് റീമാർക്സ് വർ ബീങ് മെയ്ഡ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. അദ്ദേഹത്തിൻ്റെ പിറകിൽ ആളുകൾ പറയുന്ന ഈ റീമാർക്സുകൾ, അഥവാ ഈ ഒരു പരാമർശം, ഈ ഒരു കിംവദന്തിയൊക്കെ അദ്ദേഹത്തിനെ നന്നായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദ നെക്സ്റ്റ് ട്യൂസ്ഡേ, പിറ്റേ ദിവസം അഥവാ അടുത്ത ചൊവ്വാഴ്ച, ഹി വെൻ ടു ദ മാർക്കറ്റ് അറ്റ് ഗോഡർവില്ലെ ജസ്റ്റ് ടു ഡിസ്കസ് ദ കേസ്. നമ്മുടെ ഹോഷിക്കോം ഗോഡർവില്ലെ മാർക്കറ്റിലേക്ക് പോവുകയാണ് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. മാലൻഡൈൻ സ്റ്റാൻഡിങ് അറ്റ് ഹിസ് ഡോർ. അപ്പോൾ മാലൻഡൈൻ അദ്ദേഹത്തിൻ്റെ ഉമ്മറപ്പടിയിൽ നിൽക്കുകയാണ്. ബിഗിൻ ടു ലോഫ് ഓൺ സീയിങ് ഹിം പാസ്. നമ്മുടെ ഹോഷിക്കോം പാസ് ചെയ്തു പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം നമ്മുടെ ഹോഷിക്കോമിനെ നോക്കിയിട്ട് ചിരിക്കാൻ ആരംഭിച്ചു. വെൻ ഹി വാസ് സീറ്റഡ് അറ്റ് ദ ടേബിൾ ഇൻ ദ ടവേൺ. നമ്മുടെ ഹോഷിക്കോം ആ ഒരു ടവേൺ, ഭക്ഷണശാലയിലെ ടേബിളിൽ ഇരുന്ന സമയത്ത് ഹി ബിഗാൻ ടു എക്സ്പ്ലെയിൻ ദ അഫെയർ. അദ്ദേഹം ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എ ഹോഴ്സ് ഡീലർ കോൾഡ് ഔട്ട് ടു ഹിം. അപ്പോൾ ഒരു കുതിര കച്ചവടക്കാരൻ വന്നിട്ട് കോൾഡ് ഔട്ട്, വിളിച്ചു പറഞ്ഞു, ടു ഹിം, അദ്ദേഹത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കം കം ഓൾഡ് ഫെല്ലോ, ദാറ്റ്സ് എൻ ഓൾഡ് ട്രിക്ക്. വാ വാ, വയസ്സായ മനുഷ്യ, ഇതൊരു പഴയ ട്രിക്കാണ്, പഴയ ഒരു അടവാണ്. ഐ നോ ഓൾ അബൌട്ട് യുവർ പീസ് ഓഫ് സ്ട്രിങ്. നിങ്ങളുടെ ഈ ഒരു പീസ് ഓഫ് സ്ട്രിങ്ങിനെ കുറിച്ചിട്ടൊക്കെ എനിക്കറിയാം. ഹോഷിക്കോം സ്റ്റാമേർഡ്. അപ്പോൾ നമ്മുടെ ഹോഷിക്കോം ഇങ്ങനെ ബുദ്ധിമുട്ടി, അതായത് വിക്കി ഇങ്ങനെ സംസാരിക്കുകയാണ്. ബട്ട് സിൻസ് ദ പോക്കറ്റ് വാസ് ഫൗണ്ട്. പക്ഷേ ഈ പോക്കറ്റ് ബുക്ക് കണ്ടെത്തിയത് കൊണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഹോഷിക്കോമിന് ഇങ്ങനെ വിക്കി സംസാരിക്കുകയാണ്. ദ അതർ മാൻ റിപ്ലൈഡ്. അപ്പോൾ മറ്റൊരാൾ റിപ്ലൈ ചെയ്യുകയാണ്, ഷട്ടപ്പ്, മിണ്ടാതിരിക്കൂ. ദർ ഈസ് വൺ ദാറ്റ് ഫൈൻസ് ആൻഡ് ദർ ഈസ് വൺ ദാറ്റ് റിപ്പോർട്ട്സ്. ഒരാൾ കണ്ടെത്താനും, ദർ ഈസ് വൺ ദാറ്റ് ഫൈൻസ്, ഒരാൾ കണ്ടെത്താനും, ആൻഡ് ദർ ഈസ് വൺ ദാറ്റ് റിപ്പോർട്ട്സ്, മറ്റൊരാൾ അത് റിപ്പോർട്ട് ചെയ്യാനും എന്ന് മറ്റൊരാൾ പറയുകയാണ്. അറ്റ് എനി റൈറ്റ് യു ആർ മിക്സ്ഡ് അപ്പ് വിത്ത് ഇറ്റ്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്കും ഇതിൽ ചെറിയൊരു പങ്കുണ്ട്. അതായത് ഇതൊരാൾ കണ്ടെത്തി എന്ന് പറയുന്നു, അത് മറ്റൊരാൾ തിരിച്ചേൽപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട് എന്ന് ഇയാൾ പറയുകയാണ്. ദ പെസൻറ്റ് സ്റ്റുഡ് ചോക്കിംഗ്. നമ്മുടെ കർഷകനായിട്ടുള്ള ഹോഷിക്കോം അമ്പരന്ന് നിന്നു, ചോക്കിംഗ് അമ്പരന്നുകൊണ്ട്. ഹി അണ്ടർസ്റ്റുഡ്, അദ്ദേഹത്തിന് മനസ്സിലായി. ദേ അക്യൂസ്ഡ് ഹിം ഓഫ് ഹാവിങ് ദ പോക്കറ്റ് ബുക്ക് റിട്ടേൺ ബൈ ആൻ അക്കംപ്ലിസ്. ആളുകളൊക്കെ അദ്ദേഹത്തിനെ അക്യൂസ് ചെയ്യുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. എന്തിന്? ഓഫ് ഹാവിങ് ദ പോക്കറ്റ് ബുക്ക് റിട്ടേൺ ബൈ ആൻ അക്കംപ്ലിസ്. ഒരു സുഹൃത്ത് വഴി, അക്കംപ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പാനിയൻ, സുഹൃത്ത് വഴി ഈ പോക്കറ്റ് ബുക്ക് റിട്ടേൺ ചെയ്തിരിക്കുകയാണെന്ന് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുകയാണെന്ന് ഹോഷിക്കോമിന് മനസ്സിലായി. ഹി ട്രൈ ടു പ്രൊട്ടസ്റ്റ്. ഹോഷിക്കോം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഓൾ ദ ടേബിൾ ബിഗിൻ ടു ലോഫ്. അപ്പോൾ എല്ലാ ടേബിളിൽ ഇരിക്കുന്ന ആളുകളും ചിരിക്കാൻ വേണ്ടി ആരംഭിച്ചു. ഹി കുഡ് നോട്ട് ഫിനിഷ് ഹിസ് ഡിന്നർ. നമ്മുടെ ഹോഷിക്കോമിന് അദ്ദേഹത്തിൻ്റെ ഡിന്നർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ആൻഡ് വെൻറ്റ് അവേ. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയി. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ജിയേഴ്സ്. ജിയേഴ്സ് എന്ന് പറഞ്ഞാൽ കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ. അപ്പോൾ ഈ കളിയാക്കലുകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയൊക്കെ ഇടയിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് പോയി. ഹി വെൻറ്റ് ഹോം അഷെയിംഡ് ആൻഡ് ഇൻഡിഗ്നൻറ്റ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നാണക്കേടോട് കൂടി പോവാണ്. ആൻഡ് ഇൻഡിഗ്നൻറ്റ്, ദേഷ്യത്തോടു കൂടിയും. ചോക്കിംഗ് വിത്ത് ആങ്കർ ആൻഡ് കൺഫ്യൂഷൻ, വളരെയധികം ദേഷ്യവും കൺഫ്യൂഷനും അതേപോലെ തന്നെ ഈ ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലുള്ള ആ ഒരു പ്രയാസം, ഇതോട് കൂടിയിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഹിസ് ഇന്നസെൻസ് വാസ് ഇംപോസിബിൾ ടു പ്രൂവ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിരപരാധിത്വം അത് തെളിയിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. ആൻഡ് ഹി വാസ് സ്ട്രിക്കൻ ടു ദ ഹേർട്ട് ബൈ ദ ഇൻജസ്റ്റിസ് ഓഫ് ദ സസ്പിഷൻ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനെ സ്ട്രിക്കൻ, നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ബൈ ദ ഇൻജസ്റ്റിസ്, ഈ ഒരു അനീതി, ഓഫ് ദ സസ്പിഷൻ, ഈ ഒരു സംശയത്തിൻ്റെ അനീതി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ചെയ്യാത്തൊരു കാര്യത്തെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ അക്യൂസ് ചെയ്യുന്നത് ആളുകൾ. അപ്പം അതിൽ അദ്ദേഹത്തിന് വളരെ വിഷമം ഉണ്ടായിരുന്നു.
Then he began to recount the adventure again, prolonging his history every day. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വഞ്ചർ അദ്ദേഹം ഇങ്ങനെ റീകൗണ്ട് ചെയ്യാൻ തുടങ്ങി, വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. പ്രൊലോങ്ങിങ്, അദ്ദേഹം വിശദീകരിക്കാൻ തുടങ്ങി ഹിസ് ഹിസ്റ്ററി എവറി ഡേ. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചരിത്രം ആവർത്തിക്കാനും അത് വിശദീകരിക്കാനും തുടങ്ങി. ഈച്ച് ടൈം, ഓരോ സമയത്തും ഹി ആഡഡ് ന്യൂ റീസൺസ്, പുതിയ പുതിയ കാരണങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. മോർ എനർജറ്റിക് പ്രൊട്ടസ്റ്റേഷൻസ്, അതേപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഊർജ്ജസ്വരമായിട്ടുള്ള പ്രൊട്ടസ്റ്റേഷനും ഇങ്ങനെ ആഡ് ചെയ്യാൻ തുടങ്ങി. മോർ സോളം ഓസ്, അതേപോലെ തന്നെ വീണ്ടും വീണ്ടും അദ്ദേഹം ഇങ്ങനെ ശബ്ദം ചെയ്ത് പറയാൻ തുടങ്ങി, ഞാനല്ല, ഞാൻ തെറ്റുകാരനല്ല, ഞാൻ ഇന്നസെൻ്റ് ആണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു. ദോസ് ആർ ലൈങ് എക്സ്ക്യൂസസ് ദേ സെഡ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. ഇതൊക്കെ വെറും കള്ളത്തരങ്ങളാണ് എന്നിങ്ങനെ ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ദ പീപ്പിൾ നൗ മെയ്ഡ് ഹിം ടോക്ക് അബൌട്ട് ദ സ്ട്രിങ് ടു അമ്യൂസ് ദം. എന്നിട്ട് ആളുകൾ ഇങ്ങനെ നമ്മുടെ ഹോഷിക്കോമിനെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുകയാണ് അബൌട്ട് ദ സ്ട്രിങ്, ഒരു ചരടിനെ കുറിച്ചിട്ട്, ടു അമ്യൂസ് ദം, അവരെ രസിപ്പിക്കാൻ വേണ്ടി. അഥവാ ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഹോഷിക്കോമിനോട് ഇങ്ങനെ സംസാരിപ്പിക്കുകയാണ് ഇതിനെ കുറിച്ചിട്ട്, നമ്മുടെ ഈ ഒരു സ്ട്രിങ്ങിനെ കുറിച്ചിട്ട്. ഹിസ് മൈൻഡ്, ഹോഷിക്കോമിൻ്റെ മനസ്സ്, ടച്ച്ഡ് ടു ദ ഡെപ്ത്, അദ്ദേഹത്തിൻ്റെ മനസ്സിനത് വളരെയധികം ഡെപ്തിൽ തന്നെ, ആഴത്തിൽ തന്നെ ടച്ച് ചെയ്തിരുന്നു. ബിഗാൻ ടു വീക്കൻ, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ തളരാൻ തുടങ്ങി, ദുർബലനാവാൻ തുടങ്ങി. ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ഡിസംബർ, അങ്ങനെ ഡിസംബറിൻ്റെ അവസാനത്തിൽ ഹി ടുക്ക് ടു ഹിസ് ബെഡ്, അദ്ദേഹം കിടപ്പിലായി. ഹി ഡൈഡ് ഇൻ ദ ഫസ്റ്റ് ഡേയ്സ് ഓഫ് ജാനുവരി, അങ്ങനെ ജനുവരിയുടെ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തു, മരണപ്പെട്ടു. ആൻഡ് ദ ഡെലിറിയം ഓഫ് ഹിസ് ഡെത്ത് സ്ട്രഗിൾസ് ഹി കെപ്റ്റ് ക്ലെയിമിങ് ഹിസ് ഇന്നസെൻസ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണാസന്നനായി കിടക്കുന്ന ആ ഒരു സമയത്തും അദ്ദേഹം ഇങ്ങനെ ഡെലിറിയം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന റാൻഡം ആയിട്ടുള്ള വാക്കുകളെയാണ് ഡെലിറിയം എന്ന് പറയുന്നത്. ഓഫ് ഹിസ് ഡെത്ത് സ്ട്രഗിൾസ് ഹി കെപ്റ്റ് ക്ലെയിമിങ് ഹിസ് ഇന്നസെൻസ്. അപ്പോൾ ആ ഒരു സമയത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നസെൻസിന് അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി. റീട്രേറ്റിംഗ്, അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എ പീസ് ഓഫ് സ്ട്രിങ്, ഒരു ചരടിൻ്റെ കഷ്ണമാണ്, ഒരു ചരടിൻ്റെ കഷ്ണമാണ്. ലുക്ക് ഹിയർ ഇറ്റ് ഈസ്, ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് യുവർ ഓണർ ദ മേയർ എന്നിങ്ങനെ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പം ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളുടെ ഇന്നസെൻസിനെ നമുക്ക് പ്രൂവ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്തുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് നമ്മളെ അക്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മുടെ ഗൈദി മോപ്പസൻറ്റ് വരച്ച് കാണിക്കുന്നത്. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.